ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തമ്പനയിൽ കണ്ട പോലെ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ പി എൻ എല്ലും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ കുറച്ച് മാസത്തെ പി എൻ എല്ലും ഇതുവരെയുള്ള ടോട്ടൽ അവസ്ഥയും പി എൻ എല്ലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ഒരു നിലപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ പി എൻ എൽ അപ്ഡേറ്റ് ചെയ്ത് ലെവൽ 2 കഴിഞ്ഞ സമയത്താണ്. ഓഗസ്റ്റ് 8 അപ്ഡേറ്റ് ചെയ്ത്. അതിന് മുന്നേ ലെവൽ 1 കഴിഞ്ഞ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലാണെന്നുകൊണ്ട് ലെവൽ 1 കഴിഞ്ഞ സമയത്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നെ ലെവൽ 2 കഴിഞ്ഞപ്പോഴും ചെയ്ത്. പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസം എനിക്ക് ലൈവ് ട്രേഡ് വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇനി, കാരണം എൻ്റെ ലാപ്പൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് ആകെ പണി കിട്ടി. ട്രേഡ്സും കാര്യങ്ങളൊക്കെ എടുക്കലില്ല, വേറെ ആളെ ലാപ്പ് വെച്ചിട്ട് എടുക്കൽ. പക്ഷേ വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും കഴിഞ്ഞില്ല ഇനി, കഴിഞ്ഞ 1-2 മാസമായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് പി എൻ എല്ലും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഈ ചലഞ്ച് പോലെ ചെയ്യുന്ന മാറ്റിയിട്ട് ഓരോ ദിവസം ലൈവ് ട്രേഡിങ്, എല്ലാ ഡേയ്സിലും ലൈവ് ട്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓവറോൾ മന്ത് എൻഡിലായിരിക്കും പി എൻ എല്ലൊക്കെ ഇടുക. അപ്പോൾ ഇതുവരെയുള്ള പി എൻ എൽ ഇന്നിട്ടതിന് ശേഷം ഈ മാസം തൊട്ടിട്ട് ഇനി ഓരോ മാസത്തിൻ്റെ അവസാനമായിരിക്കും പി എൻ എൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ ഇതിലേക്ക് പോകാം. ഇതിപ്പോൾ ഓഗസ്റ്റ് 8 വരെയുള്ള പി എൻ എല്ലാണ് ഇതുവരെ ചെയ്തത്. അപ്പോൾ ആദ്യം ഓഗസ്റ്റ് 1 തൊട്ടിട്ട് ഓഗസ്റ്റ് മാസത്തെ കംപ്ലീറ്റ് നോക്കി നോക്കാം പി എൻ എൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്റ്റംബറത്തെ കഴിഞ്ഞ മാസത്തെയും കൂടെ നോക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഓരോ മാസം, ഇതിപ്പോൾ ഒക്ടോബർ ആണല്ലോ, ഒക്ടോബർ കഴിയുമ്പോൾ ഒക്ടോബറത്തെ അങ്ങനെ ഓരോ മാസത്തെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇന്നെടുത്ത ട്രേഡാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഈ വീഡിയോ ഞാൻ മിക്കവാറും നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാം. ഇത് 3 ട്രേഡാണ് എടുത്തത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചാനൽ കൊടുത്തിട്ടുണ്ട്. മുന്നെടുത്ത പഴയ ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം ചാനൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ചെക്കൗട്ട് ചെയ്താൽ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പി എൻ എല്ലിൽ പോവാം. ആദ്യം നമുക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലെ കംപ്ലീറ്റ് പി എൻ എൽ നോക്കി നോക്കാം. ഓഗസ്റ്റ് 1 തൊട്ടിട്ട് ഓഗസ്റ്റ് 1 കൊടുക്കാം. ഓഗസ്റ്റ് 31 കൊടുക്കാം. ജനറേറ്റ് ലിങ്ക് കൊടുക്കാം. ആദ്യം ഓഗസ്റ്റിലെ കംപ്ലീറ്റ് പി എൻ എൽ നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഗസ്റ്റിലെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് സെപ്റ്റംബർ നോക്കാം. ഓക്കെ, ഓഗസ്റ്റിലെ പി എൻ എൽ ഇവിടെ വരുന്നുണ്ട്. ഓഗസ്റ്റിലെ പി എൻ എൽ ഇതാണ് അവസ്ഥ. 5500 രൂപയാണ് ലോസ് വന്നത്. അപ്പോൾ ഓഗസ്റ്റിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് ലോസാണ്. ഇനി എൻ്റെ ലെവൽ 1 നോക്കുകയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആണ്. ഇനി ലെവൽ 2 ചെറിയ ലോസാണ്. ലെവൽ 3 ഇപ്പോൾ വീണ്ടും ലെവൽ 3 എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മന്ത് വീണ്ടും ലോസിലാണ്. ഇനി നമുക്ക് ഇതും കൂടെ നോക്കാം. കഴിഞ്ഞ സെപ്റ്റംബറത്തെയും കൂടെ നോക്കി നോക്കാം. സെപ്റ്റംബർ മന്ത് പി എൻ എൽ ഈ സംഭവമൊക്കെ ഈ 13,000 ബ്രോക്കറേജ് സേവ്ഡ് പറഞ്ഞ് വരുന്നതാണ്. അതായത് നമ്മൾ ഈ ഫ്ലാറ്റ് ട്രേഡ്, ശൂന്യ അങ്ങനത്തെ ആപ്പൊക്കെ 0 ബ്രോക്കറേജ് ആണ്. അതുകൊണ്ട് അപ്പോൾ നമ്മളുള്ള അപ്പ് സ്റ്റോക്സിലോ മറ്റേ സെറോദ, ഏഞ്ചൽ വൺ, ആലിസ് ബ്ലൂ അങ്ങനെ ഏതെങ്കിലുമൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ വരും. ബ്രോക്കറേജ് ഈ 13,000 ഇപ്പോൾ കാണിച്ച അത്രയും എമൗണ്ടും കൂടെ എക്സ്ട്രാ പോയിട്ടുണ്ട്. അതാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്റ്റംബറത്തെ ഡേറ്റ് കൊടുക്കാം. സെപ്റ്റംബർ 1 കൊടുക്കാം. സെപ്റ്റംബർ 30 കൊടുക്കാം. അതിൻ്റെ ലിങ്ക് പിന്നെ സൂമായി ഓക്കെ, സെപ്റ്റംബറിലെ ഇത് പ്രിവ്യൂ അടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ സെപ്റ്റംബറിൽ ഇതിവിടെ വന്നിട്ടുണ്ട്. സെപ്റ്റംബറിലെ പ്രോഫിറ്റ് ഇതാണ്. ടോട്ടൽ 13,181 സെപ്റ്റംബറിലുണ്ടായ പ്രോഫിറ്റ്. ഓഗസ്റ്റിൽ ഇപ്പോൾ ലോസാണെങ്കിൽ അതിൻ്റെ മുന്നേ ലെവൽ 2 ലോസാണെങ്കിൽ ലെവൽ 1 പ്രോഫിറ്റാണ്. ലോസും പ്രോഫിറ്റൊക്കെ ട്രേഡിങ്ങിൽ സ്വാഭാവികമാണ്. പ്രോഫിറ്റ് വരും, ലോസ് വരും, ചിലപ്പോൾ ബ്രേക്ക് ഈവൺ ആയിരിക്കും, ഒന്നും ഉണ്ടായില്ല വരും. ഒരിക്കലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും ഇത്ര പെർസെൻറ്റേജ് കിട്ടും, അല്ലെങ്കിൽ എല്ലാ മാസവും ഇത്ര ഇത് കിട്ടും, അങ്ങനെയൊന്നും ട്രേഡിങ്ങിലില്ല. ട്രേഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ വരും. അപ്പോൾ എന്തായാലും ഇതുവരെ ഉള്ള ഒരു എന്താ പറയുക, എൻ്റെ ഒരു ജേണി ഇതാണ്. ഈ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ ഉള്ളത് ടോട്ടൽ. പിന്നെ അങ്ങോട്ട് ഓരോ മന്ത് എൻഡിലായിരിക്കും പി എൻ എല്ലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഡെയിലി ലൈവ് ട്രേഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഇന്നലത്തെ വീഡിയോ ശരിക്കും ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിന്. പക്ഷേ അത് സാധിച്ചില്ല. അതായത് ഇന്നലെയല്ല, ഇന്ന്. അത് ഞാൻ ശനിയാഴ്ചയാണ് ഇത് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ ട്രേഡിൻ്റെയൊക്കെ രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. അതുകൊണ്ട് 3 മണിക്ക് ശേഷം ട്രേഡ് എടുത്തതിൻ്റെ വീഡിയോസാണ് കാണിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ചാനലിൽ ഇങ്ങനത്തെ
വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഞാൻ ഈ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി ലിക്വിഡിറ്റി കൺസെപ്റ്റാണ്. എൻ്റെ പഴയ ട്രേഡിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും. മേലുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ താഴോട്ടേക്കാണ് എൻട്രി എടുക്കൽ. അതേപോലെ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുന്നതിനകത്ത് ഓപ്പോസിറ്റായിട്ട് മേലോട്ടേക്കാണ് ഞാൻ എൻട്രി എടുക്കൽ. ആ 2 രീതിയിലാണ് എൻട്രി എടുക്കാറുള്ളത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണം മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ല ഇവിടെ സ്ക്രീനിൽ വേണം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഇനി അങ്ങോട്ട് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് വേണമെങ്കിൽ ആ രീതിയിലുള്ള കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.